ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ നാം രണ്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഒന്നാം സങ്കീർത്തനത്തിൽ 6 വാക്യം ഉണ്ട്. രണ്ടാം സങ്കീർത്തനം 12 വാക്യം, അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള വാക്യങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. കീവേഡ്സിൽ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ദൈവകൃപയിൽ നമുക്ക് ധ്യാനത്തോടെ നമുക്കത് ചിന്തിക്കാം. ഇവിടെ ഈ സങ്കീർത്തനം പറയപ്പെടുന്നതിന് മശിഹ സങ്കീർത്തനം എന്നാണ് പറയപ്പെടുന്നത്. കാരണം പുത്രനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്ന വളരെ ശക്തമായ ഒരു സങ്കീർത്തനമാണിതെന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ്. ഇവിടെ ജാതികൾ കലഹിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുകൊണ്ട് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കൈകളെ എറിഞ്ഞു കളയുക. ഇവിടെ പറയാണ്, ഇത് തന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സങ്കീർത്തനം കോട്ട് ചെയ്യുന്നുണ്ട്, എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം 26-ലും തുടർന്ന് അവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഈ വാക്യം അതേപോലെ അവിടെ പറഞ്ഞിട്ട് അതിൻ്റെ 26-ന്റെ തുടർന്ന് പറയുകയാണ്, നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളിച്ചെയ്തവനെ. കണ്ടോ, ഈ സങ്കീർത്തനം പറഞ്ഞിട്ട് പറയുക, ഇത് നിന്റെ ദാസനായ ദാവീദിനാൽ. പിന്നെ ഹെഡിങ് ഇവിടെ ദാവീദാണെന്നില്ല, പക്ഷേ ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് ഇവിടെ എടുത്തു പറയുകയാണ്. ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളിച്ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്നിൻ്റെ കൈയെന്നൊരു ആലോചനയും നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണങ്ങളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോട് പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോൾ അവരുടെ എതിർപ്പ് വരുന്നുണ്ട്, സുവിശേഷത്തിനായിട്ട് എതിർപ്പ്. യേശുവിനെ ക്രൂശിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കൂടി ആലോചിക്കുന്നുണ്ട്. അതെല്ലാം ഈ വാക്യങ്ങളെല്ലാം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അഭിഷിക്തനും വിരോധമായി, അതാണ് യേശുവിനെ കുറിച്ചുള്ള മശിഹ എനിക്ക് സങ്കീർത്തനം എന്ന് പറയുക 2-ാമത്തെ വാക്യം. എന്നും ഈ ദൈവിക ക്രിസ്ത്യാനിത്വത്തിനെതിരെ രാജാക്കന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, ഭരണകൂടങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം നാമാവശേഷമായി പോവുക, അല്ലാതെ ക്രിസ്ത്യാനിത്വത്തിന് ഒരിക്കലും അതിനൊരു ഹാനി സംഭവിച്ചിട്ടില്ല, അതിന് നാശം സംഭവിച്ചിട്ടില്ല. ഒരു പ്രശസ്തമായ 2 ഓർമ്മസ്തംഭങ്ങൾ സ്പെയിനിലുണ്ടെന്നാണ് പറയുന്നത്. സ്പെയിനിൽ 2 ഓർമ്മസ്തംഭങ്ങൾ, 2 സ്തംഭങ്ങൾ നാട്ടിൽ. അതിനകത്ത് ഒന്നാമത്തേതിൽ എഴുതിയിരിക്കുന്നത്, റോമാ സാമ്രാജ്യം കിഴക്കും പടിഞ്ഞാറും വ്യാപിപ്പിക്കുകയും ഈ റിപ്പബ്ലിക്കിൽ നിന്ന് നശിപ്പിച്ച ക്രിസ്ത്യാനികളുടെ നാമത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഡയോക്ലീഷ്യൻ ജോവിയൻ മാക്സിമസ് ഹെർക്കുലീസ് സീസർ അഗസ്റ്റി. ഡയോക്ലീഷ്യൻ ചക്രവർത്തിനെ ഓർത്താൽ മതി. ഡയോക്ലീഷ്യനെ കുറിച്ചുള്ള ഒരു വാക്യം അവിടെ എഴുതി വെച്ചിരിക്കും. റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു ഡയോക്ലീഷ്യൻ. ഡയോക്ലീഷ്യൻ്റെ കാലത്ത് ക്രിസ്തീയ പീഡ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളൊക്കെ പീഡിപ്പിക്കാൻ. അപ്പം അന്ന് ആ സാഹചര്യം വെച്ച് അന്ന് കൊത്തി എഴുതി വെച്ചിരിക്കുന്നത്, റോമാ സാമ്രാജ്യം കിഴക്കും പടിഞ്ഞാറും വ്യാപിപ്പിക്കുകയും ഈ റിപ്പബ്ലിക്കിനെ നശിപ്പിച്ച ക്രിസ്ത്യാനികളുടെ നാമത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്ത, ആ റോമാ സാമ്രാജ്യത്തെ റിപ്പബ്ലിക്കിനെ നശിപ്പിച്ച ക്രിസ്ത്യാനികളുടെ നാമത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഡയോക്ലീഷ്യൻ ജോവിയസ് മാക്സിമിൻ ഹെർക്കുലീസ് സീസർ. 1 അതാണ്. 2-ാമത്തെ സ്തംഭത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ അന്ധവിശ്വാസത്തെ നീക്കം ചെയ്യുകയും ദേവന്മാരുടെ ആരാധന വ്യാപിപ്പിക്കുകയും കിഴക്ക് ഗലേറിയസിനെ ദത്തെടുക്കുകയും ചെയ്ത ഡയോക്ലീഷ്യൻ ജോവിയൻ മാക്സിമിൻ ഹെർക്കുലീസ് സീസർ അഗസ്റ്റി. ഡയോക്ലീഷ്യനെ കുറിച്ച് തന്നെ 2-ാമത്തേത്. അതായത് ക്രിസ്തുവിൻ്റെ അന്ധവിശ്വാസം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നീക്കി ദേവന്മാരുടെ ആരാധന വ്യാപിപ്പിച്ചു. അപ്പോൾ ഡയോക്ലീഷ്യൻ്റെ ഭരണകൂടം ഭയങ്കര പീഡയായിരുന്നു. എന്നാൽ ആ ഡയോക്ലീഷ്യൻ നശിച്ചു. ആ സ്പെയിനിൽ എല്ലായിടത്തും, ലോകത്ത് ഒരിടത്തും ക്രിസ്ത്യാനികളില്ലായ്മയാക്കുവാൻ സാധിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വാക്യത്തിൻ്റെ ഫുൾഫില്ലിങ് പല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എതിർക്കുന്നവർ തകർന്നു പോകുന്നതല്ലാതെ അതിന് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ, അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ, അതിനൊരു ഇളക്കവും തട്ടാതിരിക്കുകയാണ്. 1-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ ഈ ദുഷ്ടന്മാരുടെ
നാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ കാറ്റുപോറ്റുന്ന പതർ പോലെ എത്രയെന്ന് പറയുകയാണ് ദുഷ്ടന്മാരെ കുറിച്ച്. രണ്ടാം സങ്കീർത്തനത്തിൽ അവരെ മൺകുടം പോലെ ഉടയ്ക്കുമെന്നാണ് പറയുന്നത്, മൺപാത്രം പോലെ തകർക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതിലൂടെ നമ്മൾ കാണുകയാണ് നാലാമത്തെ വാക്ക്, സ്വർഗത്തിൽ വസിക്കുന്നു ചിരിക്കുന്ന കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് കോപത്തോടെ അവരോട് അളിച്ചയും ക്രോധത്തോടെ അവരെ ഭ്രമിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വെറിയലോടെ ഘോഷിച്ചുല്ലസിക്കുവീൻ. ഇവിടെ പറയുന്നത്, വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 6-ാമത്തെ വാക്യം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന വണ്ണം നമുക്ക് കാണാനായിട്ട് പറ്റും. 48-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിശുദ്ധ പർവ്വതത്തെക്കുറിച്ച് പറയാതെ സിയോനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അവിടെ. 48-ാം സങ്കീർത്തനം അവിടെ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ അത്യന്ത സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാവുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം വെളിപ്പെട്ടത് ഈ ഇസ്രായേൽ ഉത്തര സിയോൻ പർവ്വതത്തിൽ ദൈവം വെളിപ്പെട്ടു, ദുർഗമായി അവൻ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അവസാനം പറയുകയാണ് 14-ാമത്തെ വാക്യത്തിൽ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് പറയുന്നു. ഇവിടെ ഈ തുടർന്ന് ഇവിടെ പറയുന്നതിനാണ് ഏറ്റവും കാതലായിട്ടുള്ള ഒരു വാക്യമാണ്. ഞാൻ എൻ്റെ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. മനുഷ്യനായി യേശു വെളിപ്പെട്ടു, എന്നാൽ അവൻ മനുഷ്യനായിരിക്കത്തന്നെ അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു നമ്മളിവിടെ കാണുന്നത്. അവൻ്റെ ആധിപത്യം, അവൻ്റെ ചെങ്കോൽ, അതെല്ലാം അന്നും എന്നും എക്കാലത്തും അതിന് മാറ്റമില്ലാതെ തന്നെ നിലനിൽക്കുന്നത് കാണുന്നുണ്ട്. ഇനി അവിടെ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ ഉടയ്ക്കും. കർത്താവിനെ ഗത്സമനയിലൊക്കെ പിടിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ പീലാത്തോസിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനെ നിൽക്കുമ്പോൾ പറയുകയാണ്, മുകളിൽ നിന്ന് നൽകിയിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. അത് പിതാവ് സമ്മതിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എത്രയോ ലഗ്യോനെ അയച്ച് ദൈവത്തിന്, അത് ദൂതഗണങ്ങളെ അയച്ച് ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഇത് പിതാവിൻ്റെ ഹിതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് രാജാക്കന്മാർ പറയുകയാണ്, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാർ ഉപദേശം കൈക്കൊള്ളുവീൻ എന്ന്. 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ. ഇവിടെ ഈ ഭയമെന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ ഭയമല്ല. കാരണം ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. പിശാചിൻ്റെ വിറയ്ക്കലല്ല, ഇവിടെ ഒരു റവറൻറ്റ്, ഒരു ഫിയർഫുൾ, ഒരു ഗുഡ് ഫിയർഫുൾ നേച്ചർ, യഹോവ ഭയം. അങ്ങനെ യഹോവ ഭക്തി എന്ന് പറയുന്നത്, ഭക്തിക്ക് മറ്റൊരിതാണ് പറയുന്നത് ഫിയർഫുൾനെസ് എന്ന് പറയുന്നത്. ഒരു റവറൻറ്റ്, ഒരു വിശുദ്ധിയുടെ, ഒരു ആദരവിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തിൻ്റെ, അതിൻ്റെയൊക്കെ ഒരു ബഹുസ്ഫുരണമായിട്ട് അവിടെ കാണാൻ പറ്റും. പിന്നെ കാതലായ ഒരു വാക്യമാണ് 12-ാമത്തെ വാക്യത്തിൽ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവന് ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഇവിടെ ഒരു ഭാഗ്യാവസ്ഥ പറയുക. 1-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് പറയുന്നത് ഇവിടെ പറയാം. 2-ാമത്തെ ഭാഗ്യം, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അതിനെന്ത് വേണം? കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീനെന്ന്. ചുംബിക്കാൻ പറഞ്ഞാൽ ആശ്ലേഷിക്കുക അവനെ. ഈ നമ്മൾ ദൈവത്തെ ചുംബിക്കുന്നതിൻ്റെ ഇപ്പം ദൈവവചനമൊക്കെ നമ്മളെടുത്ത് മുത്തത്തില്ലേ, ബൈബിളൊക്കെ എടുത്ത് മുത്തുന്നിങ്ങനെ, അത് എന്താ ചുംബിക്കുക? വചനത്തെ നമ്മൾ ചുംബിക്കും. അത് വെറുതെ ആ ബുക്കിനെ അല്ല, അതിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾ നമ്മൾ ചുംബിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ പുത്രനെ ചുംബിക്കുന്നത്. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ തുടരുന്നതൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഉത്തമീത് പറയും, ശലോമോൻ അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ പുത്രനെ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ദൈവികതയെ തന്നെ, ദൈവത്തെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ്, അവനെ പ്രൂവ് ചെയ്യുകയാണ്. എന്നാൽ അവിടെ തെറ്റായ ചുമനും പാടില്ല എന്ന് പറഞ്ഞാൽ യൂദാസിൻ്റെ ചുംബനം വഞ്ചനയുടെ ചുമനുമായിരുന്നു. അവൻ സ്നേഹം നടിച്ചുകൊണ്ട് അവൻ യേശുവിനെ അങ്ങനെയല്ല, റിയൽ ആയിട്ടുള്ളതാണ്. പാവിനിയായ സ്ത്രീ ശീമോൻ്റെ വീട്ടിൽ യേശു പന്തിക്കരിക്കുന്ന അറിഞ്ഞിട്ട് അവിടെ വരുമ്പോൾ വിലയേറിയ തൈലം കൊണ്ടുവന്ന് അവൻ്റെ കാലിൽ പൂശി അവൻ തലമുടി കൊണ്ട് കാൽ തോർത്തി അവൻ്റെ കാലിൽ ചുംബിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കർത്താവ് പറയുമ്പോൾ ലൂക്കോസിലെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ശിമോനെ, ഞാൻ നിൻ്റെ വീട്ടിൽ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എൻ്റെ കാലുകൾ ചുംബിച്ചില്ല, ഇവലോ വന്നതു മുതൽ എൻ്റെ കാൽ ചുംബിക്കുന്നു പറയുന്നത്. യേശുവിൻ്റെ പാദങ്ങളെ ചുംബിക്കുക, യേശുവിൻ്റെ പാദങ്ങളെ മുത്തുക, അതെല്ലാം ഇന്ന് നമുക്ക് അക്ഷരികമായ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കത് ആ ഒരു ചിന്തയോടെ ധ്യാനത്തോടെ ദൈവത്തെ നമുക്ക് സ്വീകരിപ്പാൻ, ദൈവികതയെ സ്വീകരിപ്പാൻ നമുക്ക് സാധിക്കണം. എന്നെ ചുംബിക്കുക. അപ്പോൾ വഴിയിൽ വെച്ച് നശിക്കത്തില്ല. നാശത്തെ അതിജീവിക്കാൻ ദൈവസ്നേഹമാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത്. ഏതൊരു നാശത്തെയും അതിജീവിക്കാം ദൈവസ്നേഹത്താൽ. അതാണ് പൗലോസ്ത്രീയൊക്കെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളെ വേർതിരിക്കുന്നവർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുള്ള ദൈവസ്നേഹത്തെ നിങ്ങൾ വേർതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഉറച്ചിരിക്കുന്നു. ഒന്നിനും വേർപെടുത്താൻ കഴിയത്തില്ല. ആ ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കും. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ, നിന്ന സഹിക്കുമ്പോഴും അതൊക്കെ നമുക്ക് സന്തോഷമായിട്ട് മാറും. ഇപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ന് പറയുന്നതിന് നമ്മൾക്ക് പരിഹസിക്കപ്പെടുമ്പോൾ, ആരെങ്കിലും പരിഹസിച്ചാൽ കർത്താവ് ഒരു നോക്കി ചിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കും കിട്ടുന്നത് സന്തോഷമാണ്, അല്ലേ? യേശുവിൻ്റെ നാമനിമിത്തം ദണ്ഡന, അത് അടികൾ സഹിച്ചുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ച് അവരുടെ വഴിക്ക് പോയിരുന്നു. അവർ സന്തോഷിച്ചെന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി അപമാനം സഹിപ്പാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടല്ലോ, അതൊരു ഭാഗ്യമാണെന്ന് പറയാൻ. പത്രോസ് അപ്പോസ്തലൻ പറയും, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ ലജ്ജിക്കരുത്, ആനമം ധരിച്ചിട്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടതെന്ന്. അതുകൊണ്ട് അതൊരു പദവിയായിട്ട് ദുഷിക്കപ്പെടും, നിന്ദയേൽക്കപ്പെടും. പക്ഷേ ആ ദുഷിക്കുന്നവർ തന്നെ നാളെ അവൻ്റെ സാക്ഷികളാകും. പൗലോസ് ശൗലിനെ പോലെ അവനെ ആക്രമിച്ച ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ പ്രോസിക്യൂട്ടർ, പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്നവൻ പ്രോസിക്യൂട്ടർ, അതായത് അവൻ്റെ സംരക്ഷകനായിട്ട് മാറി അതായിട്ട് കാണുന്നുണ്ട്. ക്രിസ്ത്യാനിത്വം നശിപ്പിക്കാൻ വന്ന പൗലോസ് അപ്പോസ്തലനാണ് പിന്നീട് അതിനെ സംരക്ഷിക്കുന്നവനായിട്ട് മാറിയത്. ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ കോപമില്ല നമുക്ക്. ദൈവത്തിൻ്റെ കോപം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഇവിടെ ദൈവം കോപിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളത്, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് എന്ന് സംഗീതത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളത്, പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അതുകൊണ്ട് അവൻ്റെ പ്രസാദം നേടുകൊണ്ടൊക്കെ അവൻ്റെ പ്രിയനായവൻ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട്, ആ ജനത്തോട് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുക അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയെന്ന്. മനുഷ്യർ പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ യേശുവിനെ അവഗണിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. പുത്രനെ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, പിതാവാൻ ദൈവത്തിന്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ, ദൈവത്തിന് നമുക്ക് ശരണപ്പെടാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ സങ്കീർത്തനത്തിലെ ചിന്തകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ചെയ്തതായി സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, ഞങ്ങളോട് കാണുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ അഭിഷിക്തനായി, ഞങ്ങൾക്ക് വേണ്ടി മഹാപുരോഹിതനായി പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനാം ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണുമ്പോൾ കഴിയാത്തവനല്ല, താൻ തന്നെ പരീക്ഷിതനെ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുമെന്നൊക്കെ സഹായിപ്പാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ ഞങ്ങൾക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നുമുള്ളതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുത്രനെ ചുംബിക്കുന്നു, അവിടുത്തെ തിരുമുറിവുകളെ ചുംബിക്കുന്നു, അവിടുത്തെ കാൽപാദങ്ങളെ ചുംബിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നാശങ്ങളെല്ലാം മാറ്റുന്ന അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമേ കർത്താവേ. നിന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ആ മഹനീയമായ ഭാഗ്യാവസ്ഥ ഞങ്ങൾ പ്രാപിക്കട്ടെ കർത്താവേ. മറ്റൊന്നിലുമല്ല, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ശരണം പോയി പോകുന്നതല്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു.
എല്ലാ കൃപകളാൽ നിറയ്ക്കണമേ. യേശുവെ തിരുരക്തത്താൽ ഞങ്ങൾ മൂടിക്കൊള്ളണമേ. തിരുനാമത്വപ്പെടുത്തണമേ. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒരുപാട് കേൾക്കുന്ന സ്വതീപിതാവേ. ആമേൻ.